വജ്ര രചന ഹിമാനവീൻ അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ആ ബഹളത്തിനിടയിലും എബിയുടെ മനസ്സിൽ അവൾ ഫോൺ ഓഫാക്കി വെച്ചതോർത്ത് പറയാനറിയാത്തൊരാശങ്ക അലഞ്ഞു നടന്നു. ഗാർഡനിലേക്ക് ഇറങ്ങുന്ന വശത്തുള്ള നീളമുള്ള വരാന്തയിൽ ആട്ടുകെട്ടിൽ ചാഞ്ഞിരിക്കുകയായിരുന്ന പ്രണവ് അരികിൽ വജ്രയുടെ സാന്നിധ്യം അറിഞ്ഞ് ധൃതിയിൽ കണ്ണു തുടച്ച് എഴുന്നേറ്റിരുന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്താടാ ഇത്? കഴിഞ്ഞ 2 ദിവസം നിന്നോട് ഞാനും മുത്തശ്ശനും നിന്റെ പേരൻസൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ? എന്നിട്ട് ഈ ഇരിപ്പിരിക്കുന്ന കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരുന്ന ഈ കാരണമാണോ? വിവരമില്ല കണ്ണി കണ്ട് പറഞ്ഞടക്കുന്ന നിന്റെ അമ്മായിമാരുടെ നേച്ചറാണ്. അതറിയാത്താണോ നിനക്ക്? പതിയിലധികം ദേഷ്യവും അസ്വസ്ഥതയും ഉയരുന്ന ശബ്ദവും കേട്ട് പ്രണവ് അവളെ തന്നെ നോക്കി തറഞ്ഞിരുന്നു. വളരെ കൺട്രോൾ ചെയ്താണ് ഇന്നുവരെ തന്നോട് ദേഷ്യം പ്രകടിപ്പിക്കാറുള്ളൂ. ഇന്നിപ്പോൾ ആ കൂടി കലിയോടെ വിറച്ചു നിൽക്കുകയാണ് പെണ്ണ്. ആദ്യത്തെ പകപ്പ് മാറി അവനൊന്ന് ചിരിച്ചു. മുഖത്ത് നോക്കാതെ ആട്ടുകെട്ടിലിന്റെ ചങ്ങലപ്പിടിയിൽ കൈമുറുക്കി പല്ലിറുമി ഇരിക്കുകയാണ് അവൾ. തന്നോടുള്ള കരുതൽ കൊണ്ടുണ്ടായ ദേഷ്യമാണെന്ന് പ്രണവ് ചിന്തിച്ചപ്പോൾ അതുമാത്രമല്ല, എബിയുടെ അകൽച്ചയെ അവഗണനയെ കൊണ്ട് മനസ്സിനുള്ളിൽ നടക്കുന്ന പിടിവലി കൂടിയാണ് തന്റെ പ്രശ്നമെന്ന് വജ്ര സ്വയം മനസ്സിലാക്കിയിരുന്നു. അവര് പറഞ്ഞൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ലടി. വല്ലാത്തൊരു നെഗറ്റീവ് ഫീൽ ബാധിച്ചുപോയി. ഈ തറവാടിന്റെ ശാപം ഞാനാത്രേ. എൻ്റെ ജന്മം മുതൽ ആർക്കും സ്വസ്ഥ കിട്ടില്ലത്രേ. മുത്തശ്ശൻ അവരെ വിലക്കിരുത്താൻ കഴിയായിരിക്കും, പക്ഷെ ഒരു അവസരം വരുമ്പോൾ അവരൊക്കെ തീരിട്ട് വറക്കുന്നുണ്ട് തന്നെ. എൻ്റെ അമ്മ ഞാൻ കാണാൻ കരയുന്നു, അച്ഛൻ സങ്കടപ്പെടുന്ന കണ്ണെന്നെ നെഞ്ച് വേദനിക്കാടി. അതാ എത്ര കണ്ടില്ലെന്നടിച്ചാലും ചിലപ്പോൾ ഇങ്ങനെ. ചെങ്ങലയിൽ മുറുകി അവരുടെ കൈകൂട്ടി പിടിച്ച് അതിൽ പതിയെ തട്ടി മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു കേട്ട് വജ്രം മറ്റു ചിന്തകളിൽ നിന്ന് പെട്ടെന്നുണർന്ന് പ്രണവിന്റെ മുഖത്തേക്ക് നോക്കി. കഴിഞ്ഞ ഇൻഷുറൻസ് കവറേജ് ഉണ്ടല്ലോ ഷോപ്പിന്. ആകെ മുത്തശ്ശൻ വേണ്ടവരെ ചെയ്തോളൂ. നീ ഇങ്ങനെ ചടഞ്ഞിരിക്കാൻ നോട്ട്സൊക്കെ എഴുതിയെടുക്ക്. 2 ദിവസം കഴിഞ്ഞ് കോളേജിലേക്ക് വരാലോ. നിന്റെ മൈൻഡൊക്കെ കംപ്ലീറ്റ് ആയി ശരിയാവും. അപ്പോൾ ചെറിയ ചിരിയോടെ അവൾ പറഞ്ഞു കേട്ട് അലിവോടെ നോക്കിയവൻ ആ മുഖത്തേക്ക്. നിന്നോടെല്ലാം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് വജ്ര, പക്ഷേ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയില്ല. എങ്ങനെ എപ്പോൾ എനിക്കത് പറയാൻ പറ്റുമെന്ന്. നെടുവീർപ്പെട്ടുകൊണ്ടവൻ ആളുടെ കയ്യിൽ നിന്ന് കൈ അയച്ച് മുന്നോട്ടേക്ക് നോക്കി കാല് താഴ്ത്തിയിട്ടിരുന്നു. ഇടയ്ക്ക് വീണ്ടും അവളിലേക്ക് തന്നെ നോക്കി. എന്തോ അവൾ അലട്ടുന്നുണ്ടോ? എനിക്ക് പരിചയമുള്ള വജ്രയുടെ ചിരി, ഭാവം, സംസാരത്തിന്റെ താളം എല്ലാം മാറിയതുപോലെ. ഒന്നിനും ആദ്യത്തെ കണക്കൊരു ഊർജ്ജമില്ലാതായ പോലെ. വജ്ര, നിനക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രണവ് ചോദിച്ചു കേട്ട് ഉള്ളിലെ ഞെട്ടിലും പതർച്ചയും മറച്ചു വെച്ച് ആൾ മുഖമുയർത്തി നോക്കി. നെറ്റി വിളിച്ച് നോക്കുന്നുണ്ടവൻ. എല്ലാം പറയാനായി ഒരുങ്ങിയിരുന്ന നേരത്താണ് അപകടം സംഭവിച്ച വാർത്ത അറിയുന്നതും അതിന്റെ ബാക്കി പത്രമായി കുടുംബത്തിൽ നിന്ന് ഉയർന്ന അധിക്ഷേപങ്ങളും ആരോപണങ്ങളും കേട്ടവൻ തളരുന്നു. നബിയുടെ പോക്ക്, അകൽച്ച എല്ലാം കൊണ്ടും താനും തളർന്നിരിക്കുന്ന സമയമാണ്. അവന്റെ വല്യച്ഛൻ ഡിസ്ചാർജ് ആയി എന്ന് വരും. അദ്ദേഹത്തിന് പ്രണവിനോട് ഇഷ്ടം തന്നെയാണ്. പ്രണവിന് ഇതുവരെ വല്യച്ഛനെ കാണാനോ മിണ്ടാനോ പറ്റിയിട്ടില്ല. അല്ല, വല്യമ്മയുടെ അമ്മായിമാരുടെ കുത്തുവാക്കുകൾ ഭയന്ന് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ മുറിക്ക് പുറത്തു നിന്നേ കാണാൻ ശ്രമിച്ചിരുന്നുള്ളൂ അവൻ. മുത്തച്ഛൻ പറഞ്ഞിട്ടും വല്യച്ഛൻ പൂർണ്ണ ആരോഗ്യത്തോടെ വീട്ടിലെത്തും വരെ അവൻ കാണേണ്ടെന്ന വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രണവിന്റെ അമ്മ തന്നെ വിളിച്ചാണ് സങ്കടം പറഞ്ഞിരുന്നത്. രാത്രിയിൽ ഉറക്കമില്ലാതെ ശരിക്കും ഭക്ഷണം കഴിക്കാതെ ഈ 2 ദിവസം അവൻ തള്ളി നീക്കുമ്പോൾ ആശ്വാസവാക്കുകൾ പറഞ്ഞിരുന്ന തന്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ആർക്കും അറിയില്ല. ഇപ്പോഴും ഉള്ളിലാളുന്ന തീ അണഞ്ഞിട്ടില്ല. പ്രണവിന്റെ മനസ്സ് ശാന്തമാകട്ടെ. കോളേജിലെത്തുന്ന നാൾ എല്ലാം അവൻ അറിയിക്കാം. അല്ലാതെ ഇപ്പോൾ പറയാൻ കഴിയില്ല. ആദ്യം വല്യച്ഛനുമായി സംസാരിച്ച് അവനവന്റെ മനസ്സിന്റെ പേടി മായ്ച്ചു കളഞ്ഞ് സ്വസ്ഥമാവട്ടെ. എന്തായാലും കോളേജിലേക്ക് പോയി വരാതിരിക്കില്ലല്ലോ. എനിക്ക് സംസാരിക്കാനുള്ള കേൾക്കാൻ മനസ്സുണ്ടോ എന്നറിയണം. 2 പേരോടും മനസ്സ് തുറന്ന് സംസാരിക്കണം. 2 പേരുടെയും ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നതിനെ അവർ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഉള്ളിലൊരാന്തൻ, എബി നീ എന്നെ വിട്ടുകളയില്ലെന്ന് വാക്കൊന്നല്ലേ, മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന പറഞ്ഞില്ലേ, എന്നിട്ട് എന്തേ പാതി വഴിയിൽ എന്നെ ഇങ്ങനെ. സങ്കടത്തിന്റെ അങ്ങേ തലക്കിലെത്തിയെന്ന് തോന്നിയതും പ്രണവിന് നേരത്തെ ചിരി നൽകി ധൃതിയിൽ അവിടെ എഴുന്നേറ്റു. എടി, നിന്റെ ഫോണിൽ നിന്ന് കിട്ടുമോ? ചോദ്യം കേട്ട് നെടുവീർപ്പോടെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇന്നലെ ഉച്ചകഴിഞ്ഞ് ബാൽക്കണിയിലേക്കായിരുന്നു. എബി വിളിച്ചിട്ട് എടുക്കാത്തതും ഇവിടുന്ന് പോയതോർത്ത് മനസ്സ് കൈവിട്ട് നിൽക്കുന്ന അവസ്ഥ. ഉറങ്ങിയിട്ട് 3 ദിവസമായി. വീണ്ടും വിളിച്ച് സൈയിട്ട് കരഞ്ഞുകൊണ്ട് വാശിയോടെ കൈ കുടഞ്ഞപ്പോൾ അബദ്ധത്തിൽ ഫോൺ പാരപ്പറ്റിലേക്ക് തെറിച്ചു വീണുപോയി. ഡിസ്പ്ലേ പൊട്ടിപ്പോയിരുന്നു. എല്ലാം കൊണ്ടും തളർന്നു. വൈകുന്നേരം മൊബൈൽ ഷോപ്പിൽ നേരെയാക്കാൻ കൊടുത്ത അച്ഛനാണ്. വൈകുന്നേരം കിട്ടണം, ഞാൻ ഇറങ്ങട്ടെ. അമ്പലത്തിൽ പോയിട്ട് നേരെ ഇങ്ങോട്ടാ വന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് അവർക്കിപ്പോൾ വരില്ലേ? വലിയച്ഛനോട് സംസാരിച്ചതിൻ്റെ ഉള്ളിൽ എല്ലാ സങ്കടവും മാറ്റിയിട്ട് വേണം ഇനി എൻ്റെ മുമ്പിൽ വരാൻ, കേട്ടല്ലോ? അത്രയും പറഞ്ഞ് ചെറിയരിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി അവിടെ കൈ പ്രണവ് പിടിച്ചു വെച്ചു. ചന്ദൻ എന്താണീ, കുറച്ച് ദിവസമായിട്ട് നീയൊക്കെ മറന്ന പോലെയാ. ഈ ലോകത്തൊന്നുമല്ലേ നീ, അതോ എന്നെ മറന്നു തുടങ്ങിയോ? ആ ചോദ്യം കേട്ട് പടഞ്ഞ മനസ്സിനെ ഒതുക്കി നിർത്തി ആളവനെ കൂർപ്പിച്ച് നോക്കി. വിരൽ തുമ്മിൽ ചന്ദനം തൊട്ടെടുത്ത് അവരെ നെറ്റിയിൽ നന്നായി അമർത്തിയപ്പോൾ കുറുമ്പോടെ ചിരിച്ചുപോയവൻ.
ആ പരിഭവം തീർത്ത് പടിയിറങ്ങുമ്പോൾ മൗനമായി അവൾക്ക് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ മനസ്സ് മറ്റൊരാളിൽ മറന്നു വെച്ച് പോയിരിക്കുന്നു പ്രണവ്. അവനത് വഴിയിലെവിടെയോ കളഞ്ഞുപോയെന്ന പേടി എന്നെ ഓരോ നിമിഷവും തളർത്തുന്നു. നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അത് മാത്രമാണ്. നെറ്റിയിലെ മുറിവിൽ ബാൻഡേജിന് മുകളിലൂടെ പതിയെ അമർത്തി എനി വലിക്കുന്നതിന് മാത്യൂസ് കടുപ്പിച്ചെന്ന് നോക്കി. ആ മുഖത്തേക്ക് നോക്കി പരിങ്ങിയൊന്ന് ഇളിച്ച് കാണിച്ച് മറ്റെങ്ങോട്ടോ നോട്ടം മാറ്റുമ്പോൾ വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞിരുന്നു. പുലർച്ചെയാണ് വയനാട്ടിൽ നിന്ന് എത്തിയത്. വീടെത്തുന്നതിന് തൊട്ടു മുമ്പേ ചെറിയൊരു ആക്സിഡന്റ്. രാവിലെ ന്യൂസ് പേപ്പറിലോട് വരുന്ന വാഹനം സിഗ്നൽ തെറ്റിച്ചു വന്നപ്പോൾ പാലുമായി സൈക്കിളിൽ പോയിരുന്ന പയ്യൻ രക്ഷിക്കാൻ വേണ്ടി വളച്ചെടുത്തതാണ്. മരത്തിലിടിച്ചില്ലെങ്കിലും സ്റ്റിയറിംഗിൽ ചെറുതായി തലയിടിച്ചു. വലിയ അപകടമൊന്നുമില്ലെങ്കിലും നന്നായി പേടിച്ചു. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പപ്പയും അമ്മയ്ക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. മാത്യൂസ് ഓർമ്മിപ്പിച്ചാണ് പലതവണ സീറ്റ് ബെൽറ്റ് ഇടാൻ. ടൗണിലെത്തിയപ്പോൾ മുതൽ വീടെത്താറായെന്നും പറഞ്ഞ് എബി അത് ചെവിക്കൊണ്ടില്ല. കോളേജിൽ നിന്നുണ്ടായ മുറിവ് ഉണങ്ങി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതേ സ്ഥലത്ത് തന്നെ വീണ്ടും മുറിവ് പറ്റിയപ്പോൾ അല്പം ചോര പോയി. ജോഗിങ്ങിന് പോകുന്നവരും പത്രമിടാൻ പോകുന്നവരും അങ്ങനെ പലരും ഓടി വന്ന ആകെ ജഗ പോക. ചിത്രയുടെ കരച്ചിൽ അത് വേറെ. മാത്യൂസ് അവനെ പൊതിഞ്ഞു പിടിച്ച നേരം എബി അറിഞ്ഞിരുന്നു ആ നെഞ്ചു പിടക്കുന്ന പിടച്ചിൽ. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിലിരിക്കുന്നു. സമയം 8 മണിയായി. യാത്രാക്ഷീണവും നെറ്റിയിലെ വേദന പോലും മറന്ന് ഫോണിൽ വജ്രയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എബിയെ മാത്യൂസ് ചെറിഞ്ഞു നോക്കി. ആ കൊച്ചു വാശി കാണിക്കുന്നുണ്ടെങ്കിലേ നന്നായി പോയി. നീ എന്താ മോശമാണോ? ഞാൻ പറഞ്ഞുവല്ലോ. വാശി കാണിച്ചതല്ല പപ്പ. പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ മറ്റൊരു ശബ്ദം കേട്ട് ഞെട്ടിലോടെ മാത്യൂസ് എബിയും വാതിൽക്കിലേക്ക് നോക്കി. വജ്ര. സന്തോഷവും ഞെട്ടലും കൊണ്ട് കാഴ്ച മിഴിഞ്ഞു പോയിരുന്ന എബിയുടെ കണ്ണു നിറച്ചിന്ന് കിതച്ച് നിൽക്കുന്നുണ്ടവൾ. നോട്ടമൊത്ത എബിയുടെ നെറ്റിയിലാണ്. ആദ്യത്തെ പകപ്പ് മാറി മാത്യൂസിന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. ചായയുമായി അകത്തുനിന്ന് വന്ന ചിത്രയും ഞെട്ടി നിൽക്കുന്നുണ്ട്. പതിയെ ആ മുഖത്തും ചിരി തെളിഞ്ഞു. അകത്തേക്ക് വിളിക്കും മുമ്പേ എബിയുടെ അടുത്തെത്തിയിരുന്നു വജ്ര. എന്തു പറ്റിയതാ? വഴിയിൽ വെച്ച് കാര്യം അറിഞ്ഞപ്പോ ഞാൻ കിതച്ചുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്. ചുറ്റും ആരാണെന്നോ എന്താണെന്നോ ചിന്തിക്കാൻ പോലും മറന്നുപോയൊരവസ്ഥ. റിലാക്സ്. ഒന്നുമില്ല വജ്ര. ചെറിയൊരു ആക്സിഡന്റ്. ഈ മുറിവ് മാത്രമേ ഉള്ളൂ. നോക്കി നീ. ആളുടെ കൈ കൂട്ടി പിടിച്ച് അരിവോട് അവനും പറയുന്നുണ്ട്. രണ്ടാളും പരിസരം മറന്ന മട്ടാണ്. കഴിഞ്ഞുപോയതും പിണക്കും ഓർമ്മയിലേ ഇല്ലെന്ന പോലെ. ഇപ്പൊ എന്തായി ചിത്തു? ഇവിടെ ആരൊക്കെയോ പിണങ്ങിയിരുന്നല്ലോ. ഇനി നീയും ഞാനും ആയിരുന്നു അത്? മാത്യൂസിന്റെ ചോദ്യവും ചിത്രയുടെ ചിരിയും കേട്ടാണ് എബിയും വജ്രയും പരിസരബോധത്തിലേക്ക് വന്ന്. ഞെട്ടിപ്പിടഞ്ഞകന്നു മാറുമ്പോഴും എബിയുടെ ഉള്ളിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. തന്റെ വീട് തേടി, തന്നെ തേടി, മറ്റൊന്നും ഓർക്കാതെ ഓടിയെത്തിയ അവളെ എത്ര കണ്ടിട്ടും മതിയാവാത്ത പോലെ. അങ്കിളെന്നല്ല പപ്പ എന്നാണ് അവൾ വിളിച്ചത്. മുഖത്തെ സന്തോഷം ചുണ്ടിലൊളിപ്പിക്കാൻ കഴിയാത്ത ചിരിയായി പുറത്തു വന്നു. മാത്യൂസ് അർത്ഥം വെച്ചെന്ന് ഒഴിഞ്ഞു നോക്കിയവനെ. മുഖം താഴ്ത്തിയും പതിയെ ഉയർത്തിയും പരിഭ്രമത്തോടെ നിൽക്കുന്ന അവളെ ചിത്ര ചേർത്ത് പിടിച്ചുകൊണ്ട് സെറ്റിയിലേക്ക് ഇരുത്തി. എബിയുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നവൾ ഉറങ്ങാതെ കറുപ്പ് വീണ കണ്ണുതടങ്ങൾ കണ്ട് നെഞ്ചു മുറുകി. എന്റെ ഫോൺ താഴെ വീണ് പൊട്ടി. അത് നേരെയാക്കാൻ കൊടുത്തിരിക്കുക. ചിത്രയുടെ കൈ പിടിച്ചാണ് പറയുന്നത്. മാത്യൂസ് ചിരിയോട് അവൾക്കടുത്തേക്ക് ചെന്ന് നിന്നു. എബിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയും സമാധാനം തോന്നി. മോള് പപ്പാന്ന് വിളിച്ചു കേട്ടപ്പോ മനസ്സെന്തോരം നിറഞ്ഞെന്നറിയോ? എന്റെ മാത്രമല്ല, ഈ കള്ളത്തിരുമാലിയുടെയും. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. പപ്പയ്ക്ക് മനസ്സിലാവുന്നില്ല അവസ്ഥ. അവനും മനസ്സിലാവാഞ്ഞിട്ടല്ല, ചില നേരത്ത് വാശിയാണല്ലോ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. പരസ്പരം ഒന്ന് മനസ്സൂർവ്വം സംസാരിച്ച് പിണക്കവും പരിപ്പൊക്കെ മാറ്റണം. ഇന്ന് ഈ ദിവസം രണ്ടാളും കേട്ടല്ലോ. മാത്യൂസ് പറഞ്ഞു കേട്ട് അത്രയും സ്നേഹത്തോടെ അവളെ നോക്കി തലയാട്ടി. എബി അവളിൽ നിന്ന് കണ്ണെടുത്തിരുന്നില്ല. ചീത്തു വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. ഇന്ന് മോള് നിന്റെ കൈപ്പുണ്യം അറിയിക്കണം. ആർക്ക് സംസാരിക്കാൻ വേണ്ടി സമയം കൊടുത്ത് ചിത്രയും കൂട്ടി ഡൈനിങ് ഹാളിലേക്ക് കടക്കും മുമ്പേ എബിയുടെ തോളിൽ നന്നായൊന്ന് തട്ടി. ഞെട്ടിപ്പിടഞ്ഞവൻ വജ്രയിൽ നിന്ന് കണ്ണെടുത്ത് മാത്യൂസിനെ ചെറഞ്ഞു നോക്കി. മര്യാദക്ക് സംസാരിച്ചു തീർത്തോണം. ഇനി എന്റെ മോളുടെ കണ്ണ് നിറഞ്ഞാ നിന്നെ വല്ല സെമിനാരിയിലും കൊണ്ടുപോയി ചേർക്കും ഞാൻ. പറഞ്ഞില്ലാന്ന് വേണ്ട, ഒരു വാശിക്കാരൻ. കാർന്നോരെ കണ്ണു ചുരുക്കി കൃത്രിമ ദേഷ്യം വായിച്ചുകൊണ്ടവൻ അവര് രണ്ടുപേരും ഡൈനിങ് ഹാളിലേക്ക് ഉന്തിത്തള്ളി കൊണ്ടുപോയി. കൈകൾ മേൽ കൈമുറിക്ക് വല്ലാത്തൊരു നോവോടെ വജ്രയെ നോക്കിയവനിരുന്നു. ഈ 2 ദിവസങ്ങളിൽ തങ്ങൾക്കിടയിലുള്ളതൊക്കെ പരസ്പരം ഏറ്റുപറഞ്ഞു തീർത്തപ്പോൾ നെഞ്ചിൽ അതുവരെ തിങ്ങിക്കൂടിയ ഭാരം അലിഞ്ഞില്ലാതായിരുന്ന ഇരുവരിലും. വജ്ര, ഒരിക്കൽ കൂടി സോറി. സെൽഫിഷായി പോയെന്ന് കരുതല്ലേ നീ. ഇനി അവനെ ഇൻസൾട്ട് സഹിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക്. എൻ്റെ ആയിട്ടും അന്യനെ പോലെ മാറ്റിർത്തും എനിക്ക് നിന്നെ മനസ്സിലായിട്ടല്ല. ഞാൻ ആളുടെ കവിളിലേക്ക് ചാടിയ കണ്ണ് നീർത്തുള്ളിയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും സങ്കടവും ദേഷ്യവും കൊണ്ട് അവനെ കയ്യിലും തോളിലും ഒക്കെ അടിച്ചു തുടങ്ങിയിരുന്നു. ഒറ്റക്കാക്കിയതിന്, ഇട്ടിട്ട് പോയതിന്, സങ്കടപ്പെടുത്തിയതിന്, കരയിപ്പിച്ചതിന്. എണ്ണിപ്പെറുക്കി പറഞ്ഞ് തല്ലുന്ന അവളെ കണ്ണു നിറച്ച് ചിരിയോടെ നോക്കിയിരിക്കുന്ന നേരം തലവെട്ടിച്ചപ്പോഴുണ്ടായ വേദനയിൽ അവനെ നെറ്റി വിളിഞ്ഞു. എരിവ് വലിച്ച നെറ്റിയിൽ കൈവച്ച എബിയെ ഞെട്ടിലോടെ പരിസരബോധം വീണ്ടെടുത്തവൾ പരിഭ്രമത്തോടെ നോക്കി.
തന്റെ കണ്ണിലേക്ക് നോക്കി സാരമില്ലെന്ന് കൺസിമ്മി കാണിച്ച മാത്രമേ അവൾ പോലും അറിയാതെ അവന്റെ നെറ്റിത്തടത്തിന്റെ മുറിവിലേക്ക് മുഖമെടുത്തു. എബി ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയിരുന്നു. ഉമിനീരിറക്കി തൊണ്ടമുഴയുടെ ചലനവേഗത കൂടി. നെഞ്ചിടിപ്പ് അധികരിച്ചുകൊണ്ടിരിക്കെ സിരകളിൽ മിന്നൽ പിണർപ്പായിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകൾ അവന്റെ മുറിവിൽ അമർന്നു. ഇരിക്കുന്ന ദിവാൻ കോട്ടിൽ വിരലുകൾ മുറുക്കി പിടിച്ചുപോയവൻ എന്താണ് ചെയ്തെന്ന ബോധമുണ്ടായത് ഞെട്ടിപ്പിടഞ്ഞകന്നു മാറി അവളെ ആ കൈ പിടിച്ചു വെച്ച് കണ്ണിലേക്ക് ഉറ്റുനോക്കുമ്പോൾ എബിയുടെ മനസ്സ് പള്ളിപ്പെരുന്നാളുടെ പാൻറ് സെറ്റ് പോലെ ആടി തിമിർക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഈ നിമിഷം എനിക്കറിയാം, പ്രണവെന്നല്ല ആർക്കും എൻ്റെ മനസ്സിനെ കുത്തിമുറിവേൽപ്പിക്കാൻ കഴിയില്ല. അതിലിനി ഒരു തുള്ളി പോലും പരിഭവം കലർത്താനും കഴിയില്ല. വജ്രയുടെ എബിയാവാൻ ഒരുത്തനും കഴിയില്ലല്ലോ. ആരറിഞ്ഞാലും ഇല്ലെങ്കിലും ഇനി എത്ര ഷോ കാണിച്ചാലും തളർത്താൻ നോക്കിയാലും പതറിപ്പോവില്ല ഞാൻ. എൻ്റെ വജ്രയുടെ കണ്ണ് നിറക്കില്ല ഞാൻ, സത്യം. അത്രയും പറഞ്ഞ അവളെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് വലിച്ച് നെറ്റിയിൽ തിരികെ ഒരു മധുര സമ്മാനം കൊടുക്കുമ്പോൾ ആ ചുണ്ട് വിതുമ്പുന്നു. മുഖത്ത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അരുണിമ തെളിയുന്നു. നിറഞ്ഞ മനസ്സോടെ അവൻ കണ്ടിരുന്നു. സന്തോഷം നിറഞ്ഞ മണിക്കൂറുകൾക്കപ്പുറം തികഞ്ഞ സമാധാനത്തോടെ എബിയുടെ വീണ് പുറത്തേക്ക് ഇറങ്ങിയവളെ പ്രണവിന്റെ കൂട്ടുകാരിലൊരാൾ വ്യക്തമായി കാണുകയും കൃത്യമായത് പ്രണവിന്റെ കാതിലെത്തുകയും ചെയ്തു. വജ്ര! കണ്ണിറുക്കി അടച്ച് പല്ലിയരിച്ചമർത്തി രോഷം അടക്കി പിടിച്ചവൻ ആ പേരൊരു വിട്ടുകൊണ്ട് തറയണിൽ ആഞ്ഞാഞ്ഞിടിച്ചു. എല്ലാവർക്കും മുമ്പിൽ വല്യച്ഛൻ തനിക്ക് വേണ്ടി പറഞ്ഞ ഓരോ വാക്കുകളും മനസ്സിൽ അത്ര നേരെ എരിഞ്ഞുകൊണ്ടിരുന്ന സങ്കടത്തെ തച്ചുടച്ചിരുന്നു. ഊർന്നു വീണ് തുടങ്ങിയിരുന്ന ധൈര്യത്തെ ആത്മവിശ്വാസത്തെ തിരികെ പിടിച്ച് വല്ലാത്തൊരു സമാധാനത്തോടെയാണ് റൂമിലേക്ക് വന്നത്. മുത്തച്ഛൻ്റെയും വല്യച്ഛൻ്റെയും താക്കീതുകൾ കേട്ട് അമ്മാമാരും അമ്മായിമാരും താൽക്കാലികമായെങ്കിലും ഒരക്ഷരം മറുത്തു പറയാനാവാതെ ഒന്ന് ഒതുങ്ങിയതും മനസ്സിലുള്ള ഭാരമൊക്കെ വല്യച്ഛൻ്റെ ഒരു തലോടലില്ലാതായ നിമിഷം തന്റെ മുഖത്ത് നിഴലിച്ച സമാധാനത്തിന്റെ ചിരി കണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും ഉള്ളിൽ ശാന്തമായതൊക്കെ വജ്രയോട് നേരിട്ട് പറയാമെന്നൊക്കെ ഉത്സാഹത്തോടെ ആലോചിച്ചു കൂട്ടി അവൾക്കരിയിലേക്ക് പോവാമെന്ന് കരുതി റെഡിയാവൻ റൂമിലേക്ക് വന്നപ്പോഴാണ് ശരത്ത് വിളിക്കുന്നത്. എബിക്ക് പുലർച്ചെ ആക്സിഡന്റ് പറ്റിയെന്ന് കേട്ടപ്പോൾ വല്ലായ്മ തോന്നിയതും നിസ്സാര പരിക്കേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ ആശ്വാസപ്പെട്ടതും സത്യമാണ്. പക്ഷെ അടുത്ത നിമിഷം അവൻ പറഞ്ഞു കേട്ട് കാത് പൊള്ളിയതുപോലെയാണ് തോന്നിയത്. അവൾ എന്നോടൊരക്ഷരം പറയാതെ എനിക്ക് ഇഷ്ടമാവില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നിട്ടും അവന്റെ വീട്ടിൽ അവൻ അരികിലേക്ക് കയ്യിൽ ഞെരിഞ്ഞമർന്ന തലയിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രണവ് പുലമ്പുമ്പോൾ അവന്റെ കണ്ണിലും മനസ്സിലും കലി കൊടുമ്പിരി കൊണ്ട് തിളച്ചിരുന്നു. അപ്പോ എന്റെ വാക്കിന് വിലയില്ല. മാനുഷിക പരിഗണന കൊണ്ടും പരിചയക്കരായതുകൊണ്ടും ആപത്തുണ്ടായെന്ന് കേട്ടോ പോയെന്നൊക്കെ ന്യായീകരിക്കും നീ. ശരിയായിരിക്കാം, പക്ഷേ ഇതവൻ എനിക്ക് മുമ്പിൽ ആഘോഷിക്കില്ലേ? നിന്റെ സൗഹൃദം, നീ അവന് പണ്ടു നൽകിയിട്ടുള്ള പരിഗണന, ഇതൊക്കെ എന്നെ പരിഹസിക്കാനുള്ള കാരണമായിട്ട് എന്നും കൊണ്ടു നടക്കുന്നവനാ അവൻ. എന്റെ ജീവൻ രക്ഷിച്ച് നിന്റെ മുമ്പിൽ ഹീറോ ആയി ദി ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് എന്ന് നിനക്കുള്ളിൽ എഴുതി വെക്കാൻ അവൻ കാണിച്ച ചീപ്പ് ഡ്രാമ എനിക്ക് മനസ്സിലാവും. അവൻ എന്നോടുള്ള പകപോക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായി നിന്നെ സ്വാധീനിച്ചുകൊണ്ടാണ് വജ്ര. സഹിക്കില്ല എനിക്കത്, പൊറുക്കില്ല ഞാനത്. ജനൽ കമ്പിൽ വിരൽ മുറുക്കി കണ്ണിറുക്കി അടച്ച് പല്ലിറുമ്പോൾ എബിയും വജ്രയും സംസാരിക്കുന്ന ദൃശ്യം തലച്ചോറിൽ അങ്ങനെ മിന്നി മറയുന്നുണ്ടായിരുന്നു. ഇന്ന് നീ ആ വീട് തേടിച്ചെന്ന് എന്നെ തോൽപ്പിച്ചുകൊണ്ടാ. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈ എന്നെ ഒന്നുമല്ലാതാക്കി തീർത്താണ്. അപ്പോ എനിക്ക് വേദനിച്ചാൽ നിനക്ക് വേദനിക്കുമെന്ന് പറയാറുണ്ടായിരുന്ന നുണയായിരുന്നോ? ആയിരുന്നോ വജ്ര? ഫോണിൽ വാൾപേപ്പറായി വെച്ചിരിക്കുന്ന തനിക്കും ബഷിക്കൊപ്പമുള്ള അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി മുരളുമ്പോൾ പ്രണവിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. ആരോടെങ്കിലും ചോദിച്ചാൽ പോരായിരുന്നോ അവന്റെ കണ്ടീഷനെ കുറിച്ച്? ഇതിപ്പോ വീട് തേടി പോയിരിക്കുന്നു. നീ അവന് ആവശ്യത്തിൽ കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ട് വജ്ര. ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടമല്ല. എന്തായിരുന്നു അതിന്റെ ആവശ്യം? ഇനി കാണുന്ന അവനെ ചവിട്ടി മരിച്ച പോലെ ചിരിക്കും. അതല്ലാതെ ഞാൻ കണ്ടില്ലെന്നടിക്കാം, ക്ഷമിക്കാം. പക്ഷെ നീ എന്നെ പറഞ്ഞില്ലേ? എനിക്ക് ഇഷ്ടമില്ലെന്നിട്ട് നീ അത് ചെയ്തില്ലേ? അതിന്റെ മനസ്സ് പൊറുക്കുന്നില്ലടി. ശരിക്കും നീ മറന്നില്ല എന്നെ. ഉള്ളിൽ പതഞ്ഞു വന്ന ദേഷ്യവും സങ്കടവും അമർത്തിയെത്താൻ കഴിയാതെ കൈമുഷ്ടിരുട്ടി ഭിത്തിയിൽ കുത്തി തലച്ചുമരിലേക്ക് ചായച്ചു വെച്ച് പറയുമ്പോൾ അവന്റെ നെഞ്ചിൽ പറഞ്ഞറിയിക്കാനാവാത്തത്ര ഭാരം കുമിഞ്ഞുകൂടിയിരുന്നു. പക്ഷേ വജ്രയുടെ മനസ്സിൽ എബിക്കൊരു സ്ഥാനമുണ്ടെന്ന് അറിയാതെ പോലും അവൻ ചിന്തിക്കാൻ ശ്രമിച്ചില്ലെന്നാണ് സത്യം. എന്നും എല്ലാവരോടും അനുകമ്പ കാണിക്കുന്ന കൂട്ടത്തിലാണവൾ. എബിക്ക് വേണ്ടി മുമ്പും തനിക്ക് മുമ്പിൽ വാദിക്കാൻ ശ്രമിച്ചിരുന്നു പോലും അവളുടെ ആ പ്രകൃതമായി കണ്ടാണ് പലകുറി അടങ്ങി നിന്നത്. ഇത് പക്ഷെ എനിക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല വജ്ര. എന്തിൻ്റെ പേരിലായാലും എനിക്കിത് മറക്കാൻ പറ്റില്ല. നീ അറിയണം എനിക്കിത് എത്രമാത്രം ഫീൽ ചെയ്തെന്ന്. എൻ്റെ സൈലൻസ് തന്നെയാണ് ഞാനതിന് കണ്ടെത്തുന്ന ആയുധം. എനിക്കെൻ്റെ പ്രിയപ്പെട്ട വജ്രേ, എൻ്റെ ആത്മാവായവളെ എന്നിൽ നിന്നും മറച്ചു പിടിക്കാനൊരു വാക്കുപോലുമില്ലാതെ തോളോട് തോൾ ചേർന്ന് നിന്നവളെ തിരികെ വേണം. പ്രണവിൻ്റെയും ബഷിയുടെയും മാത്രം വജ്രേ. എബിൻ വേണ്ട, നമുക്കൊപ്പം നാലാമനായി അവനെ നീ എഴുതി ചേർക്കണ്ട. അത് ഈ ജന്മം സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല വജ്ര.
ടേബിളിൽ കൈപ്പത്തിയോണ്ട് ശക്തമായി തട്ടി പ്രണാവിന്റെ രോഷം ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നതിനൊപ്പം കണ്ണിലൽപ്പം നീർത്തുള്ളി പൊടിഞ്ഞിരുന്നു. തന്നോട് പറയാതെ തനിക്കിഷ്ടമല്ലെന്നറിയുന്ന കാര്യം അത്ര ലാഘവത്തോടെ അവൾ ചെയ്തുള്ള നിറഞ്ഞ സങ്കടം എത്ര കടിച്ചമർത്തിയിട്ടും തികട്ടി വരുന്നു. എനിക്ക് എത്രമാത്രം വേദനിച്ചെന്ന് നീ അറിയണം വജ്ര. ഇനി ഒരിക്കൽ കൂടി നീ എന്നെ മറന്നു പോകാതിരിക്കാൻ നിന്റെ കൺവെട്ട് നിന്നുകൊണ്ട് തന്നെ നിന്നെ കണ്ടില്ലെന്ന് അടിക്കും ഞാൻ. ഭാഷ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ഉത്തരവുണ്ട്. നീ എനിക്ക് അത്രയ്ക്ക് വലിയൊരു ഇൻസൾട്ടാണ് തന്ന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.